ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. മഡ്ഗാവൻ എക്സ്പ്രസ് എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കുനാൽ ഖെമു ആണ്. എനിക്കൊന്ന് പുള്ളിക്കാരൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി ആക്ടറായിട്ട് ഒരുപാട് സിനിമകളിലുണ്ട്. ഗോൽമാൽ 3യിലും ഒക്കെ എനിക്കൊന്ന് കുറച്ച് ഒന്ന് രണ്ട് സിനിമകളിൽ നായകനായിട്ടൊക്കെ വന്നിട്ടുള്ളൊരു ആക്ടറാണ് കുനാൽ ഖെമു എന്ന് പറയുന്നത്. പുള്ളി ഇതിൻ്റെ സ്റ്റോറി എനിക്ക് തോന്നുന്നു സ്റ്റോറിയും പുള്ളിയുടെ തന്നെയാണ്. അതെ, അത് തന്നെ, സ്റ്റോറിയും പുള്ളിയുടെ തന്നെയാണ്. ഇതിൻ്റെ സ്റ്റോറി, തിരക്കഥ എല്ലാം പുള്ളി തന്നെയാണ്, കുനാൽ ഖെമു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫർഹാൻ അക്തറും റിതേഷ് സിദ്വാനിയും ചേർന്നിട്ടാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ബൈ ആദിൽ അഫ്സർ, എഡിറ്റഡ് ബൈ ആനന്ദ് സുബയ ആൻഡ് സഞ്ജയ് ഇംഗ്ലെ. പിന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എ ഫിലിംസ് ആണ് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ദിവ്യേന്ദു, പ്രതീക് ഗാന്ധി, അവിനാഷ് തിവാരി, നൂറ ഫത്തേഹി, ഉപേന്ദ്ര ലിമായ്, ഛായ ഖത്തം, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് പടത്തിൽ വന്നിരിക്കുന്നത്. വേറെ ഒരുപാട് സബ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ വളരെ മികച്ച ഒരു ഫൺ റൈഡാണ് മൂവി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു കോമഡി മൂവിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു കോമഡി മൂവി കാണുന്നത്. ഇപ്പം എനിക്ക് ഇതൊരു സ്ലാപ്പ് സ്റ്റിക്ക് കോമഡിയും ഒക്കെ വെച്ചിട്ട് വളരെ ഡിഫറെൻ്റായിട്ട് വന്നേക്കും. നമ്മൾ പറയത്തില്ലേ, ഒരു ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ അടുത്ത ഇൻസിഡൻറ്റ് അവർ പെട്ടുപോകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അങ്ങനെ വരുന്ന ഒരു കണക്റ്റഡായി പോകുന്ന കുറേ കോമഡി വില്ലന്മാരും ഒക്കെ വന്നിട്ട് സെറ്റാവുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. മലയാളത്തിലാണെങ്കിൽ എനിക്ക് മുത്തുഗൗ എന്ന് പറയുന്ന സിനിമ എനിക്ക് വീണ്ടും കാണാൻ തോന്നുന്ന ടൈപ്പ് ഒരു മൂവിയാണ് മുത്തുഗൗ എന്ന് പറയുന്നത്. എനിക്ക് പടം വലിയ ഹിറ്റൊന്നും അല്ലായിരുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതുപോലെ കിളി പോയി, അതുപോലെ ഹിന്ദിയിൽ തന്നെ ഗോവ ഗോൺ എന്ന് പറയുന്നൊരു പടം ഉണ്ടായിരുന്നു, ഡൽഹി ബെല്ലി, ഇങ്ങനെയുള്ള സിനിമകൾ ഈ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് മഡ്ഗാവൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ തുടക്കത്തിൽ ഇവരൊരു മൂന്ന് ഫ്രണ്ട്സ് ഇവർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇവർക്ക് ഗോവയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇവർക്ക് 3 പേർക്കും ഒരുമിച്ച് ഗോവയ്ക്ക് പോകണം. അപ്പോൾ അന്ന് കുട്ടിക്കാലത്ത് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് വീട്ടുകാർ വിടത്തില്ല. വീട്ടിൽ നിന്നുള്ള പ്രഷർ കാരണം പിന്നെ അവസാനം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതിനുശേഷം ഇവർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർ ഗോവയ്ക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇടും. പക്ഷേ ഒരു ആക്സിഡൻറ്റ് മൂലം അവർക്ക് പോകാൻ പറ്റാതാവും. അതിനുശേഷം പിന്നെ അവരുടെ ലൈഫിൽ ബിസിയാവും. ഒരാൾ ന്യൂയോർക്കിലും, ഒരാൾ സൗത്ത് ആഫ്രിക്കയിലും, ഒരാൾ ഇന്ത്യയിൽ തന്നെ. ഇപ്പോൾ ഈ 2 പേര്, പ്രതീക് ഗാന്ധിയും അതുപോലെ അവിനാഷ് തിവാരി എന്ന് പറയുന്ന ഈ 2 പേരും ആക്ച്വലി പുറത്ത് പോയിട്ട് അവർ വെൽ സെറ്റിൽഡാണ്. നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ജോബൊക്കെ ആയിട്ട് ലൈഫ് വെൽ സെറ്റിൽഡായിട്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മൂന്നാമൻ നാട്ടിൽ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഇവരുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അവനൊരു ഈഗോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഹിറ്റ് ചെയ്തിട്ട് അവൻ്റേതായ ഒരു ഫേക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ് ഒരു സോഷ്യൽ മീഡിയയിലൂടെ. അതായത് അവന് ഭയങ്കര ഒരു വലിയ പെൻ ഹൗസ് ഉണ്ട്, ഭയങ്കര റിച്ചാണ്, അങ്ങനെ ഒരു ഫേക്ക് വേൾഡ്, ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ട് അടുപ്പമുണ്ട് എന്നൊക്കെ കുറേ ഫോട്ടോഷോപ്പൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ സൂഹിക്കുന്ന ഒരു ഫേക്ക് വേൾഡിൽ ജീവിക്കുന്ന രീതിയിലാണ് പുള്ളി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു സന്ദർഭത്തിൽ 2 ഫ്രണ്ട്സും പുറത്തുള്ള 2 ഫ്രണ്ട്സും കൂടെ നാട്ടിൽ വരാൻ പ്ലാൻ ചെയ്യുകയും ഇവൻ്റെ പെൻ്റ് ഹൗസിൽ താമസിക്കണമെന്നും ഇവൻ്റെ വീട്ടിൽ താമസിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇവൻ പ്ലാൻ ചെയ്യണം. ഓക്കെ, അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഗോവയിൽ പോകാം, 3 പേരും കൂടെ ഒരുമിച്ച് ഗോവയിലേക്ക് പോകാം എന്നൊരു അവൻ പ്ലാൻ ചെയ്യുകയാണ്, അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളത്. അപ്പം ആ ഒരു അവർ 2 ഫ്രണ്ട്സ് വരുന്നത്, ഇവർ 3 പേരും വീണ്ടും റീയൂണൈറ്റ് ചെയ്യുന്നതും അതിനുശേഷം അവർ ഗോവയിൽ പോകുമ്പോൾ അവിടെ ഒരു ഡ്രഗ് മാഫിയയുടെ ഇടയിൽ ഇവർ പെടുന്നതും, രണ്ട് ഡ്രഗ് ലോഡ്സ് ഉണ്ട്. അതായത് ഒന്ന് മെൻഡോസ ഭായിയും മറ്റേത് കഞ്ചൻ കോമഡി എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ഈ 2 ഛായാകഥമാണ് കഞ്ചൻ കോമഡി എന്ന് പറയുന്ന ക്യാരക്ടർ. ഇവർ 2 പേരുടെ ഇടയിൽ പെടുകയും അവിടെ നിന്ന് എങ്ങനെ അവർ രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളതും ഇവൻ്റെ കള്ളത്തരങ്ങൾ പൊളിയുമോ ഇല്ലയോ എന്നുള്ളതും ഒക്കെയാണ് സിനിമ പറയുന്നത്. വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഒരു 2.5 മണിക്കൂർ, എനിക്കൊന്നു 2.5 മണിക്കൂർ ഇല്ലാന്ന് തോന്നുന്നു സിനിമ. ഒരു 2.5 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ പടം. അത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് അടിപൊളിയായിട്ട് പടം പോകുന്നുണ്ട്. നല്ല പേസിലാണ് പടം പോകുന്നത്.
ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വില്ലൻ ഗ്യാങ് എന്നൊക്കെ പറയും, ഡ്രഗ് മാഫിയ എന്ന് പറയുന്ന രണ്ടും ഭയങ്കര കോമഡി പീസുകളാണ്. അത്യാവശ്യം നല്ല കോമഡി ലെവലിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നല്ല നല്ല രസമാണ് കാണാനായിട്ട്. പടം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. എനിക്ക് പ്രതീക് ഗാന്ധി എന്ന് പറയുന്ന അത്യാവശ്യം വളരെ നല്ലൊരു ആക്ടറാണ്. പുള്ളിക്ക് നല്ല കിട്ടിലായിട്ട് എനിക്ക് സ്കാം 1992 എന്ന് പറയുന്ന വെബ് സീരീസിൽ പ്രധാന ക്യാരക്ടറായിട്ട് പുള്ളി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കോമഡി ടൈപ്പ് ഓഫ് ക്യാരക്ടർ പുള്ളി ചെയ്യുന്നത് എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. രണ്ട് ലേഡി ക്യാരക്ടറുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഇത്. എനിക്ക് തോന്നുന്നു പ്രൈമിലാണെന്ന് തോന്നുന്നു സിനിമ സ്ട്രീം ചെയ്യുന്നത്, പ്രൈമിലാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. പാട്ടുകളും കാര്യങ്ങളൊന്നും എനിക്ക് അത്രയ്ക്കൊരു ഇതായിട്ട് തോന്നില്ലെങ്കിലും, പക്ഷേ അത്യാവശ്യം ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ട് ലാസ്റ്റ് ഫൈറ്റൊക്കെ എന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ ഒരു വില്ലൻ ഗ്യാങ്ങുമായിട്ട് ഇവൻ വേഷം മാറി പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അയ്യോ അടിപൊളിയാണ്. അവിടെ വെച്ച് സംഭവിക്കുന്നതൊക്കെ ഒരു രക്ഷയില്ല. ഭയങ്കര പച്ചയ്ക്കാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഫീലുണ്ട്, ആ ഒരു ടൈപ്പ് അറിയാമല്ലോ നിങ്ങൾക്ക്. ആ ജോണർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരത്തിൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ധൈര്യമായിട്ട് കാണാം, ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വലിയ സ്റ്റാറുകളുടെ പടം കാണുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള കുഞ്ഞു സിനിമകൾ കണ്ടാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു തിയേറ്ററിലും നല്ല രീതിയിൽ കളക്ട് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് വലിയ ഹിറ്റായില്ലെങ്കിലും അത്യാവശ്യം പടം നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ വന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് പടം കാണാൻ. ധൈര്യമായിട്ട് നിങ്ങൾ സിനിമ കാണുക. അപ്പം സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് വീഡിയോയുടെ അടിയിൽ നിന്ന് ഇട്ടേക്കുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.